ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ ബികോം ഡിഗ്രി എക്സാമിനേഷൻ ബികോം BCM 2B02 ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. അടുത്ത ആഴ്ച മുതൽ സെക്കൻഡ് സെമസ്റ്റർ എക്സാമുകൾ ആരംഭിക്കുകയാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023 നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. 15 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അതിനുശേഷം അത് സീലിംഗ് പാറ്റേൺ ആണ് ഒന്നാമത്തെ സെക്ഷൻ ആൻഡ് രണ്ടാമത്തെ സെക്ഷൻ. സോ ആ രണ്ട് സെക്ഷന് സീലിംഗ് പാറ്റേൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സെക്ഷൻ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. 16 മുതൽ എത്ര വരെയുണ്ട്, 23 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 23 വരെയുള്ള ക്വസ്റ്റ്യൻസ് സെക്കൻഡ് സെക്ഷനിലും 24, 25 മുതൽ 27 ക്വസ്റ്റ്യൻ വരെ സെക്ഷൻ 3 ആണ്. ദാറ്റ് മീൻസ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ സീലിംഗ് പാറ്റേൺ ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന 2 ക്വസ്റ്റ്യൻ അതാണ് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ കൂടുതൽ എഴുതി വെച്ചെന്ന് വെച്ചിട്ട് 2 കൂടുതൽ എഴുതി വെച്ചാൽ അതിന് മാർക്ക് കിട്ടില്ല, യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് എസ്എ ടൈപ്പിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഒന്നാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് യു മെൻ ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. നമുക്കറിയാം ഷെയർസ് 3 തരത്തിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും: പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്. ഒരു ഷെയർ അതിൻ്റെ യഥാർത്ഥ വിലയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിന് ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ പാറിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറയും. ദെൻ പ്രീമിയം എന്ന് പറഞ്ഞപ്പോൾ 100 രൂപ വിലയുള്ള ഒരു ഷെയർ അത് 100 രൂപയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 110 രൂപയ്ക്ക്, അപ്പോൾ എക്സ്ട്രാ ഒരു 10 രൂപയും കൂടി കൂട്ടിയില്ലേ, അങ്ങനെ വിൽക്കുകയാണെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയും, പ്രീമിയം. 100 രൂപയുള്ള ഷെയർ 90 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഇഷ്യൂ ചെയ്തു എന്ന് പറയും, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തു എന്ന് പറയും. ദെൻ വാട്ട് ഈസ് കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയർസിൻ്റെ എമൗണ്ട് സ്വീകരിക്കുന്നത് ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ആൻഡ് തേർഡ് കോൾ ഓർ ഫൈനൽ കോൾ, ആ രീതിയിലാണ്. അപ്പോൾ ഓരോ ഘട്ടമായിട്ടാണ് ഇതിൻ്റെ ക്യാഷ് സ്വീകരിക്കുന്നത്. സോ ഫസ്റ്റ് കോൾ വിളിച്ച സമയത്ത് തന്നെ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണി വിളിക്കുന്ന സമയത്ത് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, കോൾ മണിയും കൂടിയും കൊടുക്കും. ഫസ്റ്റ് കോളിൻ്റെയോ സെക്കൻഡ് കോളിൻ്റെ ഒക്കെ മണി അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അതാണ് കോൾസ് ഇൻ അഡ്വാൻസ്. ദെൻ വാട്ട് ഇസ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട്സ് ആണുള്ളത്: ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. എല്ലാ ആസ്പെക്ട്സും നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു 1 സൈഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. കൂടാതെ അവിടെ ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ദെൻ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ആണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ആപ്ലിക്കേഷൻ വിളിക്കുകയാണ്, ഷെയറിന് ഇഷ്യൂ ചെയ്യുകയാണ്. അന്നേരം നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ഷെയർ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നവർ എത്രയാണോ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആക്ച്വൽ നമ്പറിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ എന്ത് പറയാം, ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറയാം. ദെൻ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഇപ്പോൾ ഓരോ ഘട്ടമായിട്ടാണ് ഷെയറിൻ്റെ എമൗണ്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞു അല്ലേ. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ്, കോൾ മണി, ആ രീതിയിലാണ് സ്വീകരിക്കുന്നത്. അന്നേരം ചിലപ്പോൾ അലോട്ട്മെൻറ്റ് വിളിച്ചു പക്ഷേ ക്യാഷ് അടയ്ക്കുന്നില്ല. ചില ആളുകൾ എന്ത് ചെയ്യില്ല, ആപ്ലിക്കേഷൻ അടച്ചിട്ടുണ്ടാവും, അലോട്ട്മെൻറ്റ് അടയ്ക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് അടച്ചു, പിന്നെ ഫസ്റ്റ് കോൾ വിളിച്ചാൽ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് അടയ്ക്കില്ല. അങ്ങനെ ആ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് പേ ചെയ്യാതെയായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഇത്തരം ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ഡിവിസിബിൾ പ്രോഫിറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഡിവിഡൻഡായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ്സിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് യു മെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് റവന്യൂ റെക്കഗ്നീഷൻ. റവന്യൂ റെക്കഗ്നീഷൻ എന്ന പ്രിൻസിപ്പിൾ പ്രകാരം റിയലൈസബിൾ ആയിട്ടുള്ള ഏൺ ചെയ്തിട്ടുള്ള റവന്യൂ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്യാഷായിട്ട് റിസീവ് ചെയ്യണമെന്നില്ല, അത് റിയലൈസ്ഡ് ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ
കോർ ആയിട്ടുള്ള ആസ്പെക്റ്റ്. ദെൻ എക്സ്പാൻഡ് IFRS. IFRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് IFRS എന്ന് പറയുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അതിൻ്റെ ഷെയർസ്, ബോണ്ട് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള പ്രീ സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുക, അല്ലാതെ എല്ലാവർക്കും കൂടി ഇഷ്യൂ ചെയ്യാതെ ചില സിലക്റ്റഡ് ഗ്രൂപ്പിന് മാത്രം കൊടുക്കുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ASB? ASBയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ASBയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തെല്ലാം കൺസിഡർ ചെയ്യണം? അപ്ലിക്കബിൾ ആയിട്ടുള്ള നിലവിലുള്ള ലോസ്, കസ്റ്റംസ്, യൂസേജസ്, ബിസിനസ് എൻവയോൺമെന്റ്, അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ASB എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ? കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഷെയറുകളെ എന്താക്കി കൺവേർട്ട് ചെയ്യാം? ഇക്വിറ്റി ഷെയറുകളാക്കിയിട്ട് മാറ്റാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കമ്പനിയുടെ അസറ്റ്, ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി തുടങ്ങിയവയെ കുറിച്ച് പറയുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. ദെൻ വാട്ട് ഈസ് പ്രോറേറ്റ അലോട്ട്മെന്റ്? പ്രോറേറ്റ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയറിന് എത്രയാണോ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന്റെ ബേസ് ചെയ്തിട്ട് ആളുകൾക്ക് ഷെയർ അനുവദിച്ചു കൊടുക്കുന്നതാണ് പ്രോറേറ്റ ബേസിസ് എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയറിനേക്കാളും കൂടുതലായിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഷെയറിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അന്നേരമാണ് നമ്മൾ ഈ പ്രോറേറ്റ ബേസിൽ അപേക്ഷിച്ചതിന്റെ ആ ഒരു ആനുപാതികമായ രീതിയിൽ ഇത് കൊടുക്കുന്നത്. ദെൻ വാട്ട് ഇസ് ബിയറർ ഡിബഞ്ചർ? ബിയറർ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ വേ ഓഫ് ഡെലിവറി ആൻഡ് ദ കമ്പനി ഡസ് നോട്ട് കീപ്പ് എനി റെക്കോർഡ്. ഇത് നമുക്ക് ത്രൂ ഡെലിവറി ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് റെക്കോർഡ്സ് ഒന്നും കമ്പനി കീപ്പ് ചെയ്യുന്നില്ല. ഇതിനെയാണ് ബിയറർ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഡിഫറെന്റ് ഫേസസ് ആണ്. അത് ആദ്യം ഷെയർ ഹോൾഡേഴ്സ് മേ ബി ഇൻഡിവിജ്വൽസ് ആവാം, കോർപ്പറേറ്റ്സ് ആയിരിക്കാം. അതിനാദ്യമായിട്ട് പ്രോസ്പെക്ടസ് ഇറക്കണം, പിന്നെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യണം, അതിനുശേഷം അലോട്ട്മെന്റ് ആണ്. അത് 3 ബേസിക് സ്റ്റെപ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഷെയറുകൾ ഇറക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. പ്രോസ്പെക്ടസ് ഇറക്കുക, ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുക, ദെൻ അലോട്ട് ചെയ്യുക എന്നുള്ളത്. ഇതൊന്ന് കുറച്ച് ഇങ്ങനെ എഴുതിയാൽ പോരാ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കുക. ദെൻ ഡിസ്റ്റിംഗ്വിഷ് റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അൺകോൾഡ് ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ നമ്മൾ വിളിച്ച് സൂക്ഷിച്ചിട്ടുള്ള അൺകോൾഡ് ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് റിസർവ് ക്യാപിറ്റൽ. ഇതാണെങ്കിലോ ക്യാപിറ്റൽ പ്രോഫിറ്റ്സിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല. ഇവിടെ എന്ത് ചെയ്തിട്ട് ക്യാപിറ്റൽ റിസർവ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? റിസർവ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ ക്യാപിറ്റൽ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ റിസർവ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ക്യാപിറ്റൽ റിസർവ് നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കാം. ദെൻ ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് കമ്പൽസറി അല്ല അത് ക്രിയേറ്റ് ചെയ്തിടണം എന്നുള്ളത്. പക്ഷേ ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് IFRS. IFRSന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിങ് കൺസിസ്റ്റൻസി ആൻഡ് ഇന്റഗ്രിറ്റി ഇൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസസ്. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ബുക്ക് കീപ്പിംഗ്, റെക്കോർഡ് കീപ്പിംഗ്, അക്കൗണ്ട് റിപ്പോർട്ടിംഗ്, അതർ ആസ്പെക്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് IFRS കൊണ്ടുള്ളത്. പിന്നെ കൂടാതെ ഗ്രേറ്റർ കോർപ്പറേറ്റ് ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യന് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്.
അപ്പോൾ അത് രണ്ടും എന്താ പറയുക IFRS കുറിച്ചൊരു എസ്സേ ചോദിച്ചിട്ടുണ്ട്. ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനതിൻ്റെ നീഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ അസർട്ടൈൻ ടോട്ടൽ പർച്ചേസ്. സിംഗിൾ എൻട്രി ക്വസ്റ്റ്യനിലാണ്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ടോട്ടൽ പർച്ചേസോ ടോട്ടൽ സെയിൽസോ ഒക്കെ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എന്താ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ബാലൻസ് അവരുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇത് പർച്ചേസ് ആയിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ക്യാഷ് പർച്ചേസ് ഉണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്, ബിൽസ് പേബിൾ, ഡിസ്കൗണ്ട് അലൗഡ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ആദ്യം ക്രെഡിറ്റേഴ്സ് അല്ലേ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്ലോസിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതി, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ലാസ്റ്റ് എഴുതി. അതാണ് ആദ്യത്തെ പരിപാടി. ബൈ ബാലൻസ് ബ്രോഡ് ഓൺ ടു ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഇനി നമ്മൾ നോക്കൂ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നോക്കി നോക്കാം. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ ടു ക്യാഷ്, ടു ക്യാഷ് 10,000. പിന്നെ അവർക്ക് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദം, അവർ നമുക്ക് ഡിസ്കൗണ്ട് തന്നു. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയല്ലേ, അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഇതാവുകയാണ് ടു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് വരുന്നത്, 500 വന്നു. ദെൻ ബിൽസ് പേയബിളും ഇവിടെ പറഞ്ഞ മതി, ടു ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ ടു ബിൽസ് പേയബിൾ. ദെൻ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുകയാണ്. ആ റിട്ടേൺസ് എത്രയുണ്ട്, 3000 കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള ഒരു കാര്യം ക്ലോസിംഗ് ആയിരുന്നു, അത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് ഭാഗം ടോട്ടൽ ചെയ്യുമ്പോൾ ഈ സൈഡ് കൂടുതലായിരിക്കും. ഇവിടെ ഈ കിട്ടുന്ന ബാലൻസിനെയാണ് എന്ത് പറയുന്നത്, ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ടോട്ടൽ പർച്ചേസ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതേ ക്രെഡിറ്റ് പർച്ചേസ് 34,500, ക്യാഷ് പർച്ചേസ് എത്രയുണ്ട്, 10 ഉണ്ട്, 10,000. സോ ക്രെഡിറ്റ് പർച്ചേസ് എത്രയുണ്ടായിരിക്കും, 44,500 ഉണ്ട്. സൂര്യ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakhs ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ. ഷെയർ ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, അതിൻ്റെ ഫോർഫീറ്റിംഗ് എൻട്രീസ് ഷെയറിൻ്റെ, അത് എന്തായാലും 5 മാർക്സിലും 10 മാർക്സിലും ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിച്ചു പോയിക്കോളൂ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, പേബിൾ ₹3 ഓൺ ആപ്ലിക്കേഷൻ, 2 ഓൺ അലോട്ട്മെന്റ്, 3 ഓൺ ഫസ്റ്റ് കോള്, 2 ഓൺ ഫൈനൽ കോള്. കമ്പനി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം ഇക്വിറ്റി ഷെയർ ആണ് ഇറക്കുന്നത്. ഒരെണ്ണത്തിന് എത്ര രൂപയാണ്, 10 രൂപയാണ് വില. പിന്നെ ആപ്ലിക്കേഷൻ മണി എത്രയാണ് വരുന്നത്, 3 രൂപയാണ്. 2 അലോട്ട്മെന്റ്, 3 ഫസ്റ്റ് കോള്, 2 ഫൈനൽ കോള്. നിങ്ങൾ 10 രൂപയായോ എന്ന് എണ്ണി നോക്കുക. 5 ഇവിടെ ഒരു 5, അപ്പൊ 10 ആയില്ലേ. അതാണ് ആദ്യം നോക്കേണ്ടത്. അതിൽ പ്രീമിയം ഉണ്ടോ ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ദ കമ്പനി ഡ്യൂലി റിസീവ് ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ്. അപ്പോൾ എന്ത് ചെയ്തു, അലോട്ട്മെന്റ് വരെയുള്ള പൈസ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു. ഒരു ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ 6000 ഷെയർ ഉണ്ടായിരുന്നു. അയാള് ഫൈനൽ കോള് എന്ത് ചെയ്തു, മണി പേ ചെയ്തത് ഫസ്റ്റ് കോളിന്റെ ഒപ്പാണ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അങ്ങനെ. വൈൽ മറ്റൊരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, അയാളുടെ അടുത്ത് 10,000 ഷെയർ ഉണ്ട്. 6,000 ഷെയർ ഉള്ള ആൾ എന്ത് ചെയ്തു, ഫസ്റ്റ് കോളിന്റെ പൈസ അടയ്ക്കുന്ന സമയത്ത് തന്നെ ഫൈനൽ കോളിന്റെ ക്യാഷ് അടച്ചു. 10,000 ഷെയർ കയ്യിലുള്ള ആളെന്താ ചെയ്തത്, ഫസ്റ്റ് കോളിന്റെ ക്യാഷും അടച്ചിട്ടില്ല. അപ്പൊ ഇത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. The company did not make the final call. കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ഫൈനൽ കോള് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോള് വിളിച്ചപ്പോൾ 6,000 ഷെയർ ഉള്ള ആൾ എന്ത് ചെയ്തു, ഫൈനൽ കോളിന്റെ ക്യാഷും കൂടി ഫസ്റ്റ് കോളിന്റെ കൂടെ അടച്ചു. 10,000 ഉള്ള ആൾ ഫസ്റ്റ് കോളിന്റെ ക്യാഷും എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതിന്റെ ജേർണൽ എൻട്രി ആണ് നമുക്ക് പറയാനുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. 2 ലക്ഷം ഇൻറ്റു 3 എത്ര കിട്ടി, 6 ലക്ഷം കിട്ടി. ഇനി അത് ഈ ആപ്ലിക്കേഷൻ മണി ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി അടുത്ത ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്നത്, അതിന് എത്ര രൂപ വെച്ചിട്ട്, 2 രൂപയല്ലേ, ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഇത് ജേർണൽ എൻട്രി പഠിക്കുകയല്ല, നിവർത്തില്ല കേട്ടോ. ദെൻ അതിന്റെ ബാങ്കിലൂടെ ക്യാഷ് കിട്ടുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. ഈസിയാണ് സംഭവം.
പക്ഷെ ജേണൽ എൻട്രി അറിഞ്ഞിരിക്കണം. ഇനി ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ 6 lakhs ആണ്, 3 രൂപ വെച്ചിട്ടാണ്. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് മൊത്തം എത്ര ഉണ്ടായിരുന്നു ഷെയർ? 2 ലക്ഷം ഷെയർ ഉണ്ട്. പക്ഷെ എത്രേന്റെ പൈസ കിട്ടിയിട്ടുള്ളൂ? 10,000 ഷെയറിന്റെ ഫസ്റ്റ് കോള് കിട്ടിയോ? ഇല്ല. അപ്പോൾ പിന്നെ എത്ര കിട്ടുള്ളൂ? 2 ലക്ഷത്തിൽ നിന്ന് 10,000 കുറച്ച് 1,90,000 ഷെയറിന്റെ ക്യാഷ് കിട്ടി. 3 രൂപ വെച്ചിട്ട് 5,70,000 കൂട്ടി നോക്കണം കേട്ടോ, ഞാൻ വേഗം അങ്ങനെ ചെയ്ത് പോയിട്ടുള്ളതാണ്. കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ 10,000 ക്യാഷ് കിട്ടാത്തത് 30,000 ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 6 lakhs. അപ്പൊ ഇത്രയും നമ്മൾ എഴുതി. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി എഴുതാണ്ട്, കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് 6,000 ഷെയറിന്റെ പൈസയും കൂടി കിട്ടിയില്ലേ? എന്താണ് ഇതിന്റെ കൂടെ എന്ത് കിട്ടി? ഫൈനൽ കോളിന്റെ പൈസയും കൂടി കിട്ടി. ഫൈനൽ കോളിന് 2 രൂപ വെച്ചിട്ട്, അത് വിളിക്കാതെ തന്നെ ഒരാൾ അതിന്റെ ക്യാഷ് തന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് 2 രൂപയാണ് കേട്ടോ. 12,000 ടു കോൾസ് ഇൻ അഡ്വാൻസ് 12,000. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിൽ എഴുതി വെക്കേണ്ടത്. Then Vivek Limited took over assets worth ₹5 lakhs and liabilities of ₹1,34,000 of Midun traders for the purchase consideration ₹3,96,000. ഇത് വിവേക് ലിമിറ്റഡ് എന്ത് ചെയ്തു? ആരുടെ കമ്പനിയാണ് മേടിച്ചിട്ടുള്ളത്? മിഥുൻ ട്രേഡേഴ്സിന്റെ കമ്പനി വാങ്ങിച്ചു. അപ്പോൾ എത്ര അസറ്റ് ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ? മിഥുൻ ട്രേഡേഴ്സിൽ 5 lakhs അസറ്റ് ഉണ്ടായിരുന്നു, ലാബിലിറ്റി 1,34,000 ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഒരു പർച്ചേസ് കൺസിഡറേഷൻ എത്ര തീരുമാനിച്ചത്? 3,96,000 നിങ്ങളുടെ കമ്പനി ഞാൻ നിങ്ങളുടെ ഏറ്റെടുത്തോളാം എന്ന് പറയാണ്. വിവേക് ലിമിറ്റഡ് പെയ്ഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ. ഇദ്ദേഹം എങ്ങനെയാണ് വാങ്ങുമ്പോൾ ക്യാഷ് എങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത്? ക്യാഷ് ആയിട്ടല്ല, ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 100 ഡിബഞ്ചേഴ്സ് ആണ്, 100 രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 100. അപ്പോൾ ഈ 3,90,000 3,96,000 തുല്യമായിട്ടുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അപ്പൊ അതിന് 10% ഡിസ്കൗണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അലൗ ചെയ്യുന്നുണ്ട്. എത്ര? അപ്പൊ അസറ്റ്സ് ഇങ്ങോട്ട് കിട്ടുവാണല്ലോ ഈ വിവേക് ലിമിറ്റഡിന്. അപ്പൊ സൺട്രി അസറ്റ്സ് 5 lakhs, ലാബിലിറ്റി ഇദ്ദേഹം എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ടു ലാബിലിറ്റി 1,34,000. ഇനി പിന്നെ എന്താ കൊടുക്കുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്ര രൂപയാണ് പർച്ചേസ് കൺസിഡറേഷൻ? അത് അസറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ലാബിലിറ്റി നമ്മൾ ഇപ്പോൾ ഒരാൾ കമ്പനി ഏറ്റെടുക്കുകയാണ്, അപ്പൊ അതിന്റെ കടബാധ്യത നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കേണ്ട, പകരം ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ലാബിലിറ്റി ക്രെഡിറ്റ് ചെയ്തത്. ഇത് ഇനി ഇയാൾക്ക് എന്തും കൂടി കൊടുക്കുന്നുണ്ട്, പർച്ചേസ് കൺസിഡറേഷൻ ഒരു എമൗണ്ട്. അയാളുടെ കമ്പനി നമ്മൾ എടുക്കുമ്പോൾ അയാൾക്കൊരു ക്യാഷ് കൊടുക്കണ്ടേ? ക്യാഷ് മീൻസ് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ മിഥുൻ ട്രേഡേഴ്സിന് എത്രയാണ് കൊടുക്കുന്നത്? 3,96,000 ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഭാഗത്ത് എത്ര എമൗണ്ട് ഉണ്ട് നോക്കുക. ഇവിടെ 5 lakhs ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ പോസിറ്റീവ് ഇത് ഒരു വാല്യൂ ആണ്, അത് ഗുഡ് വിൽ അക്കൗണ്ട് ആണ്. അതായത് ഇവിടെ എക്സ്ട്രാ ഒരു 30,000 ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ആ 30,000 എന്താണ്? ആ കമ്പനിക്ക് ഇവർ കാണുന്ന ഗുഡ് വിൽ വാല്യൂ ആണ്. ഇനി അടുത്തത് മിഥുൻ ട്രേഡേഴ്സിന് 3,96,000 കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളല്ലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഡിസ്കൗണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 44,000 ഉണ്ടായിരിക്കും. പിന്നെ ടു ഡിബഞ്ചേഴ്സ് 4,44,000. ആ ഡിസ്കൗണ്ടും കൂടി ചേർത്തിട്ട്, ആ ഡിസ്കൗണ്ടിനാണ് അത് 44,000 എന്നുള്ളത് ഡിസ്കൗണ്ട് ആണ് വരുന്നത്. അപ്പൊ ടു ഡിബഞ്ചേഴ്സ് 4,40,000. ദെൻ അടുത്തത് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ 20 lakhs നോമിനൽ ക്യാപിറ്റൽ ആണ്. അതിൽ 20,000 ഷെയർസ് ഉണ്ട്. ഒരെണ്ണത്തിന് 100 ഈച്ച് ആണ്. കമ്പനി 10,000 ഷെയർ ആണ്. പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ 100 രൂപയ്ക്കാണ് ഇറക്കുന്നത്. ആപ്ലിക്കേഷൻ മണി 20, അലോട്ട്മെന്റ് 30, ഫസ്റ്റ് കോള് 20, ദെൻ ഫൈനൽ കോള് 30. എല്ലാ ഷെയറും സബ്സ്ക്രൈബ് ചെയ്തു പബ്ലിക്. എല്ലാ എമൗണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? റിസീവ് ചെയ്തു. ജേർണൽ എൻട്രീസ് നേരത്തെ പറഞ്ഞ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ അത്രയും കോംപ്ലിക്കേഷനും ഇല്ല.
അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനിത് എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ആ ജേണൽ എൻട്രി എഴുതി പോവുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ മണി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈനൽ കോൾ വരെയുള്ള ജേണൽ എൻട്രി എഴുതി പോയാൽ മതി. അടുത്തത്, എ കമ്പനി ക്യാരി ഫോർവേഡ് എ ബാലൻസ് ഓഫ് 40,000 ഫ്രം ദ P&L account for the year ended 31st March 2019. During the year 2019 to 20, it made a further profit of rupee 3,10,000 before providing taxation. It was decided that the following decision may be carried out. അപ്പോൾ നോക്കൂ, ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഉണ്ട്, പിന്നെ ഡിവിഡൻഡ് 8% ഓൺ ഷെയർസ് ഉണ്ട്, ദെൻ ഡിവിഡൻഡ് 15% ഉണ്ട് 30,000 ഇക്വിറ്റി ഷെയർസിന്, ദെൻ റിസർവിലോട്ട് ഉണ്ട്. ഷോ ദ ചേഞ്ചസ് ഇൻ സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ സർപ്ലസ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് തന്നിട്ടുള്ളത്, 40,000 എന്ന് നമുക്ക് തുടക്കത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. ആ 40,000 എഴുതി അതിനോട് കറണ്ട് ഇയർ പ്രോഫിറ്റ് 3,10,000 മൈനസ് 1,50,000, 3,10,000 ഇവിടെ തന്നിട്ടുണ്ട് 3,10,000. പിന്നെ അതിൽ ടാക്സേഷൻ ഉണ്ട്, ആ ടാക്സേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് 1,50,000 എഴുതി. അപ്പോൾ 1,60,000 കിട്ടി. അപ്പോൾ അതും കൂടി ആഡ് ചെയ്താൽ 2 lakhs എന്ന് കിട്ടും. 2 lakhs. അതിൽ നിന്ന് എല്ലാ അപ്രോപ്രിയേഷൻസും കുറയ്ക്കുക. അപ്രോപ്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കൊക്കെ പൈസ മാറ്റേണ്ടതെന്ന് വെച്ചാൽ അതാണ് ഈ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് അല്ലേ, അതുണ്ട്, പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്, പ്രപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ് ഉണ്ട്, ജനറൽ റിസർവിക്ക് പൈസ മാറ്റണം, ഡെവലപ്മെന്റ് റിസർവ്, അതൊക്കെ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ആ എമൗണ്ടുകൾ അതേപോലെ അങ്ങോട്ട് എഴുതുക, അത് ടോട്ടൽ കാണുക. ആ ടോട്ടൽ ആ മറ്റേ എമൗണ്ടിൽ നിന്ന് കുറച്ചാൽ ബാലൻസ് അറ്റ് ദ എൻഡ് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അർജുൻ കമൻസ്ഡ് ബിസിനസ് 2020 സ്റ്റാർട്ട് ചെയ്തു, 25,000 ക്യാപിറ്റൽ വെച്ചിട്ടാണ്. ദെൻ ഫേർണിച്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നു, കൂടാതെ വൈഫിൽ നിന്ന് 15,000 കടം മേടിച്ചു, കൂടാതെ ഫർദർ ക്യാപിറ്റൽ 9,500 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ 900 റുപ്പീസ് വിഡ്രോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്, ഓരോ മാസത്തിലും 9,000 അല്ല 900 വെച്ചിട്ട് അദ്ദേഹം ഫാമിലി എക്സ്പെൻസിന്, ഡ്രോയിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഏതാണിത് പ്രോബ്ലം, മനസ്സിലായിട്ടുണ്ടോ? സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ പ്രോബ്ലം ആണ്. സിംഗിൾ എൻട്രി അക്കൗണ്ട് സിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് SC ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്യാപിറ്റൽ ബാലൻസ്, ഓപ്പണിംഗ് അല്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 1,500 തന്നിട്ടുണ്ട്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഈ തന്നിട്ടുള്ള ഈ ബാലൻസുകളൊക്കെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്തെഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ക്യാപിറ്റൽ ബാലൻസ് കിട്ടും. ഇനി അപ്പോൾ ക്യാപിറ്റൽ കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓഫ് അർജുൻ. ഇതെങ്ങനെ ക്ലോസിംഗ് ക്യാപിറ്റൽ, ഇതിനൊരു ഫോർമുല ഉണ്ട് അല്ലേ. ക്ലോസിംഗ് ക്യാപിറ്റൽ, ഇത് ഫോർമുല കാണാതെ പഠിക്കുക. എന്താണെന്ന് ഫോർമുല, ക്ലോസിംഗ് ക്യാപിറ്റൽ, അതിനോട് ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ എന്തെങ്കിലും ഡിപ്രീസിയേഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ കുറയ്ക്കുക. അതാണ് അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ചിട്ട് അതൊന്ന് കാണാതെ പഠിച്ചു പോവുക. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നു, ഡ്രോയിങ്സ് ഒരു മാസം 900 വെച്ചിട്ട് 12 മാസം പിൻവലിച്ചു, പിന്നെ അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ചു. അപ്പോൾ അത് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. ആ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. 6,000 രൂപയുടെ ഫേർണിച്ചർ ആണ് തോന്നുന്നു. അപ്പോൾ 600 രൂപ ഡിപ്രീസിയേഷൻ, ബാക്കി നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,750 ആയിരിക്കും. ഇനി ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, നേരത്തെ കണ്ട ആ ബാലൻസും കാര്യങ്ങളൊക്കെ കണ്ട് എഴുതുക. ഇവിടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റിൽ 6,000 നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. പിന്നെ ക്രെഡിറ്റേഴ്സ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, ലോൺ ഫ്രം വൈഫ് തുടക്കത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് ലെസ് ചെയ്യുക. ടോട്ടൽ
53,400 കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മഞ്ജു ലിമിറ്റഡ് ഇഷ്യൂസ് 2 lakhs ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ്. ഇത് ഒരു 3 ക്വസ്റ്റ്യൻ ആയി അല്ലേ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കുക. ആപ്ലിക്കേഷൻ മണി 3 ആണ്, അലോട്ട്മെന്റ് 2 ആണ്, ഫസ്റ്റ് കോള് 2 ആണ്, ഫൈനൽ കോള്. ഇവിടെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ കമ്പനി 2 ലക്ഷം ഷെയർ ഇറക്കി, പക്ഷെ 2,40,000 ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണി. അപ്പൊ എക്സസ് എത്ര പൈസ കിട്ടി? 40,000 ഷെയറിന്റെ പൈസ കിട്ടി. അത് ഓർത്ത് വെക്കുക. അതൊക്കെ ഇങ്ങനെ ഒരു നോട്ടായിട്ട് ഇങ്ങനെ വർക്ക് നോട്ടായിട്ട് എഴുതി വെച്ചിട്ട് പിന്നെ ഈ എൻട്രീസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും തെറ്റില്ല കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻസ് 1000 ഷെയർസ് ഫുള്ളായിട്ട് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. ഫോർ those for 1,20,000 shares, 1 lakh shares for it allows applicants for 1 lakh shares in full. Those for 1,20,000 shares, 1 lakh shares and rejects application for 20,000 shares. അതായത് 1,20,000 ഉള്ളവർക്ക് 1 lakh ഷെയർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. 20,000 ഷെയർസ് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഒരു ഷെയർ ഹോൾഡർ എല്ലാ കേസും കൂടി ഒരുമിച്ചാണ് വരുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്, കൂടാതെ എന്ത് വരുന്നുണ്ട്? ഫോർഫീറ്റിംഗ് കേസും വരുന്നുണ്ട്. 6,000 രൂപയുടെ 6,000 ഷെയർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഫൈനൽ കോള് did not pay the first call money which she paid the final call. Once did not pay the first call money, പക്ഷെ പിന്നീട് ഫൈനൽ കോളിന്റെ കൂടെ എന്ത് ചെയ്തു? അടച്ചു. മറ്റൊരു ഷെയർ ഹോൾഡർ 2,000 ഷെയർ കയ്യിൽ വെച്ചിരുന്നു. അദ്ദേഹം ഫൈനൽ കോൾ എന്ത് ചെയ്തിട്ടില്ല? ഈ അക്കൗണ്ടിങ് ഇയറിൽ അടച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഉണ്ടല്ലോ, ഇത് എന്തൊക്കെയാ ഇതിൽ കാര്യങ്ങൾ വരുന്നെന്നുള്ളത് ഒരു കുഞ്ഞു നോട്ടായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് എന്തൊക്കെയാ ഇതിൽ വന്നിട്ടുണ്ട്, എത്ര എമൗണ്ടിനാണെന്ന് എഴുതി വെച്ചാൽ കുറച്ചും കൂടി എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ 2,40,000 ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു. ആപ്ലിക്കേഷൻ മണിയിൽ നിന്ന് നമുക്ക് 2 lakhs മാത്രമേ 2 lakhs ഷെയർസ് ഉള്ളൂ. അതുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ നമ്മൾ 2 lakhs ഇതാവും. ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് 20,000 എക്സ്ട്രാ കിട്ടിയത് എന്ത് ചെയ്തു? നമ്മൾ തിരിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഒരു 20,000 കാരണം ഒരാൾ 1,20,000 ഷെയർസിന് അപേക്ഷിച്ചു, അയാൾക്ക് 1 lakh ആണ് കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഒരു 20,000 ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഈ 20,000 ഷെയറിന്റെ പൈസ, ഷെയർ ആപ്ലിക്കേഷൻ കിട്ടിയ പൈസ അയാളുടെ ഏതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു? ഷെയർ അലോട്ട്മെന്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ. ഇനി ആ ഷെയർ അലോട്ട്മെന്റിന്റെ എമൗണ്ട് പിന്നെ എന്ത് ചെയ്തു? ഷെയർ ക്യാപിറ്റലിലോട്ട് കൊടുത്തു. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ അലോട്ട്മെന്റ് എഴുതുമ്പോൾ ശരിക്കും 2 ലക്ഷം ഷെയറിന്റെ കിട്ടണം. പക്ഷെ ആദ്യം തന്നെ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? ഷെയർ അലോട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ മണിയിൽ കൂടുതൽ വന്ന ക്യാഷ് നമ്മൾ ഷെയർ അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ ക്യാഷ് കുറച്ചിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അടുത്തത് ഷെയർ ഫസ്റ്റ് കോള് വിളിക്കുകയാണ്. ഫസ്റ്റ് കോള് 2 lakhs ഷെയർസിനാണ് കൊടുക്കുന്നത്. പക്ഷെ ബാങ്കിലൂടെ കിട്ടുമ്പോൾ 1,94,000 നമ്മൾ എഴുതേണ്ടത്. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? 6,000 ഷെയറിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. എത്രയോ ഷെയറിന്റെ ക്യാഷ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയില്ല. കോൾസ് ഇൻ അരിയർ 6,000 ഇൻറ്റു കോൾ മണി റിസീവ്ഡ് എക്സെപ്റ്റ് ഫോർ 6,000 ഷെയർസ് അല്ലേ? ഇനി അടുത്തത് ഷെയർ ഫൈനൽ കോൾ ആണ്. 2 lakhsന്റെ ഡ്യൂ ആവുന്ന എൻട്രി കറക്റ്റ് ആയിരിക്കും. പക്ഷെ ബാങ്കിലൂടെ ക്യാഷ് കിട്ടുമ്പോൾ എത്രയാണോ നമുക്ക് കിട്ടാത്തത് അത് കുറച്ചിട്ട് എഴുതണം. കോൾസ് ഇൻ അരിയർ 12 lakhs എഴുതി. പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ 2,000 ഷെയർസിന്റെ ഫൈനൽ കോൾ എമൗണ്ട് കിട്ടുക ചെയ്തിട്ടില്ല. അപ്പോൾ 1,98,000 എഴുതാൻ പാടുള്ളൂ. 2,000 കുറച്ചിട്ട് എഴുതി. കോൾസ് ഇൻ അരിയർ 2,000 ടു ഷെയർ ഫൈനൽ കോൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്തായിരുന്നു? നമുക്കൊരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഇത് ജസ്റ്റ് ഞാൻ ഇത് ആൻസർ മാത്രം തന്നിട്ടുള്ളൂ. ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അതെങ്ങനെ അതൊക്കെ ഓരോന്നും എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തിയിട്ട് കൊടുക്കണം. എക്സ്പെൻസസ്, പർച്ചേസസ്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി, ഓരോ ഐറ്റം 1 by 1 ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒത്തിരി ലെങ്ത്
അർത്ഥമാവും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് IFRS. IFRS എന്താണെന്ന് എഴുതി വയ്ക്കുക, IFRSൻ്റെ നീഡ്സ്, പിന്നെ ബെനിഫിറ്റ്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ബെനിഫിറ്റ്സ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഷെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ജേർണൽ എൻട്രീസ് കാര്യങ്ങൾ, അതേപോലെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, essay ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ IFRS തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും വീഡിയോസ് കാണുക, നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ എഴുതുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.